തകർന്നു കിടക്കുന്ന PWD റോഡുകൾ ഉടൻ ഗതാഗതയോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കപ്പൂർ മണ്ഡലം കമ്മിറ്റി കാഞ്ഞിരത്താണിയിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. റോഡ് തകർച്ച ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണാൻ മന്ത്രി MB രാജേഷിന് കഴിയുന്നില്ലെന്ന് VT ബൽറാം ആരോപിച്ചു. ഇതിനെതിരെ വിമർശിക്കുന്ന ജനപ്രതിനിധികളെ അധിക്ഷേപിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ബൽറാം പറഞ്ഞു. റോഡ് തകർച്ചയിൽ കാഞ്ഞിരത്താണിയിൽ വച്ച് സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രത്തോളം അസഹിഷ്ണുത പൂണ്ട ആളുകളെ എങ്ങനെയാണ് ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം. അതിനുശേഷം എന്നോട് ചാനലുകൾ പലരും അഭിപ്രായം ചോദിച്ചു, നിങ്ങൾ അതിനോടെ കുറിച്ച് പ്രതികരിക്കണം. ഞാൻ പറഞ്ഞു, ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. അത് ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ അനുഭവമാണ്, അവരുടെ ദുരിതമാണ്, അവരുടെ പ്രയാസമാണ്, അവരുടെ പ്രതിഷേധമാണ്. അത് ജനങ്ങൾ പറഞ്ഞോളും. അതിനപ്പുറത്തേക്ക് ഞാനതിൽ അഭിപ്രായം പറയാനില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. ആ നിലയിലുള്ള അവസ്ഥയിലേക്ക് ജനങ്ങളെ ചിന്തിപ്പിച്ചത് എന്ത്? ഈ ദുരിതമാണ്. ഇതിനെന്നാണ് പരിഹാരമുണ്ടാവുക? ഇനിയെങ്കിലും തന്റെ കാലാവധി അവസാനിക്കാൻ ഇനി ഏതാണ്ട് 1.5 വർഷം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും അദ്ദേഹം അത് ചെയ്യാൻ തയ്യാറായി കടന്നു വന്നാൽ അത്രയെങ്കിലും സന്തോഷം. ഇലക്ഷൻ പ്രമാണിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം കാട്ടിക്കൂട്ടുമെങ്കിൽ അത് ഇലക്ഷനിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. കുറച്ചെങ്കിലും നേരത്തെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഏതായാലും അങ്ങനെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങളിലെങ്കിലും ഇടപെടാൻ, പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിലിവിടെ സ്വാഗതപ്രസംഗം പറഞ്ഞ പോലെ താല്പര്യമില്ലായ്മയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് തൃത്താല എന്ന് പറയുന്നത് ഒരു വൈകാരിക ബന്ധമുള്ള നാടല്ല. ഈ നാട്ടിലെ ജനങ്ങളോട് ആ നിലയിലുള്ള ഒരു കടപ്പാട് അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളത് നാളിതുവരെയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ബോധ്യമാവുന്ന കാര്യമല്ല. അദ്ദേഹം ഇവിടെ നിന്ന് വന്നു, ജയിച്ചു, ചില പ്രത്യേക വിഭാഗം ആളുകളുടെ വോട്ടുകളൊക്കെ പല രീതിയിൽ സ്വാധീനിച്ചു. ഇപ്പൊ കേരളത്തിൽ മുഴുവൻ നമുക്ക് ബോധ്യമാവുന്ന തരത്തിലുള്ള CJP മുന്നണി, BJPയും CPMും ചേർന്നിട്ടുള്ള ആ കൂട്ടുകച്ചവടം, ഡീലുകൾ, പെട്ടിക്കച്ചവടങ്ങൾ, അതൊക്കെ ഈ തൃത്താലയിലും അന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിന്റെയൊക്കെ ഭാഗമായി ജയിച്ചു എന്നതല്ലാതെ ഈ നാടിനോട് ഏതെങ്കിലും തരത്തിലുള്ള കടപ്പാടോ പ്രതിബദ്ധതയോ ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ചിന്തയോ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഏഴയത്തുകൂടെ കടന്നുപോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഈ 3.5 വർഷത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതൊരു കേവല രാഷ്ട്രീയ വിമർശനമല്ല. ദുരിതപൂർണമായ റോഡിനെതിരെ ഇടവേള റാഫിയും ഹസീം വെളിയങ്കോടും അവതരിപ്പിച്ച ഹാസ്യ നാടകവും അരങ്ങേറി. ഗാലറി ആൾക്കാർ കളി കണ്ടെങ്കിലും മനസ്സിലായോ? കണ്ടു ചെങ്ങായിട്ട് എങ്ങനെ കുടുങ്ങാൻ എന്തൊക്കെ പുലിമറ അല്ലത് പൊന്നാട് സാഹിത്യ റോഡാണ്. ഇവിടെ മാത്രമല്ല, PWD എവിടെയൊക്കെ ഉണ്ടോ. യൂത്ത് കോൺഗ്രസ് കപ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അൻഷാഫ് മുണ്ടറോട്ട് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് MP സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. PV മുഹമ്മദ് അലി, സനോജ് കണ്ടലായിൽ, ദിഷ്ണ, CK കുഞ്ഞഹമ്മദ്, മോഹനൻ, രാജീവ് പാറയിൽ, രവീന്ദ്രൻ, ജയൻ, അബുട്ടി നാസർ, PV സുധീഷ്, അസൈനാർ, ഷരീഫ് അന്നിക്കര തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കപ്പൂർ മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബൂബക്കർ കോഴിക്കര സ്വാഗതവും KSU പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി നുസൈബ നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.